നമസ്കാരം. മൈലം പഞ്ചായത്തിലെ സത്യപ്രതിജ്ഞയുമായിട്ട് ബന്ധപ്പെട്ട് LDF സഖ്യകക്ഷികളുടെ പ്രകടനമാണ് ഇപ്പോൾ മൈലം ഗ്രാമവീഥികളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. മൈലം പഞ്ചായത്തിൽ ഇന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ലൈവ് പ്രക്ഷേപണം നമുക്ക് നാടോടി വാർത്തയിൽ കൂടി കാണാവുന്നതാണ്. മൈലം പഞ്ചായത്തിലെ LDF സാരഥികളുടെ മെമ്പർമാരുടെ ആഘോഷപ്രകടനവും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്കുള്ള ഒരു യാത്രയുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മൈലം പഞ്ചായത്തിലെ LDF സഖ്യത്തിൻ്റെ പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. മൈലം പഞ്ചായത്തിലേക്ക് സത്യപ്രതിജ്ഞ ചടങ്ങാനായിട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ പോയത്. ഇപ്പോൾ മുഖ്യ പ്രതിപക്ഷമായ NDA സഖ്യകക്ഷികളുടെ ആഘോഷ പ്രകടനമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മൈലം പഞ്ചായത്തിൽ ടോട്ടൽ 21 വാർഡുകളായിരുന്നു. അതിൽ 11 LDF, 5 NDA, 4 UDF, ഒരു സ്വതന്ത്ര എന്ന നിലയിലാണ് മൈലം പഞ്ചായത്തിലെ സഖ്യം. തീർച്ചയായിട്ടും മൈലം പഞ്ചായത്തിലെ മൈലം ഗ്രാമപഞ്ചായത്തിലെ സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള മെമ്പർമാരുടെ പ്രകടനമാണ് ഇപ്പോൾ. മെമ്പർമാർ പഞ്ചായത്തിലേക്ക് എത്തുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പതിനൊന്ന്, 5, 4, 1 എന്നീ നിലയിലാണ് മൈലം ഗ്രാമപഞ്ചായത്തിലെ സഖ്യനില. 11 LDF, 5 BJP, 4 UDF, ഒരു സ്വതന്ത്ര എന്ന നിലയിലാണ് മൈലം പഞ്ചായത്തിലെ ഇന്ന് സ്ഥാനാർത്ഥി എന്നീ അംഗങ്ങളാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മൈലം പഞ്ചായത്തിലെ സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ലൈവ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കൂടി രജിസ്റ്റർ ഒപ്പുവെച്ച് തിരിച്ചു പോകാനുള്ള ഏറ്റവും അവർക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് സഹകരിക്കണം, അവർക്ക് അതിനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ ഓഫീസിലെ ജീവനക്കാരും വന്നില്ലേ? നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകളിൽ പെട്ടെന്ന് വരൂ, അവരെ ഒന്ന് കടത്തി വിടണേ. ഒന്ന് നമ്മുടെ രജിസ്റ്ററുകൾ ഒപ്പിടിപ്പിക്കാനായിട്ട് ചുമതലയുള്ള HSC ഇലക്ഷൻ ക്ലർക്കും വിജയം ഒന്ന് പെട്ടെന്ന് വരും. അസിസ്റ്റന്റ് സെക്രട്ടറി അടുത്ത് പെട്ടെന്ന് വരാൻ പറയാം, രജിസ്റ്റർ ആയിട്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ നവംബർ 10-ാം തീയതി ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടം വന്ന് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായിട്ട് നമ്മുടെ ഭരണാധികാരി വിജ്ഞാപനം ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇത്രയും ദിവസം വലിയൊരു തെരഞ്ഞെടുപ്പിന്റെ ഒരുപാട് പ്രോസസ്സുകളിലൂടെ കടന്നുപോയി. നമുക്ക് നമ്മുടെ വയലം ഗ്രാമപഞ്ചായത്തിൽ വളരെ സമാധാനപരമായിട്ട് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. അപ്പം അതിന് നമ്മുടെ ഈ വയലം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും അതുപോലെ നമ്മുടെ ജയിച്ചു വന്നിട്ടുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും ഞാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നുള്ള രീതിയിൽ അതുപോലെ ഉപഭരണാധികാരികൾ എന്നുള്ള രീതിയിലും എൻ്റെ നന്ദി ഞാൻ ഈ അവസരത്തിലൂടെ അറിയിക്കുകയാണ്. ഈ ഒരു ചടങ്ങിലേക്ക് നമ്മുടെ എല്ലാ വാർഡുകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഈ പഞ്ചായത്തിലെ എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെ ഈ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നമ്മുടെ ഭരണാധികാരി നമ്മുടെ കൊട്ടാരക്കര PWD ഡിവിഷന്റെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള ശ്രീമതി ശോഭ മേഡമാണ്.
മാഡത്തിനെ ഞാൻ രണ്ട് വാക്ക് പറയുന്നതിന് വേണ്ടി ഈ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് പറയുന്നതിന് വേണ്ടി ഞാൻ മാഡത്തിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഉപഭരണാധികാരി, നമ്മുടെ സെക്രട്ടറി കൂടെയായ സെക്രട്ടറി പറഞ്ഞതനുസരിച്ച് ഇതെല്ലാം ഇലക്ഷൻ പ്രൊസീജിയർ എല്ലാം വളരെ വിജയകരമായി നടത്താനും നിങ്ങളുടെ സഹകരണം എല്ലാം അത് പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയും നല്ല സഹകരണമായിരുന്നു എല്ലാവരിൽ നിന്നും. സ്ഥാനാർത്ഥികളിൽ എല്ലാവരും വിജയിച്ചവരും എല്ലാവരും അവർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇന്നത്തെ പ്രത്യേകത ഞാൻ പറയേണ്ട കാര്യമില്ല. വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികളും ഇപ്പോൾ മെമ്പറായി പ്രതിജ്ഞ ചെയ്യാൻ തയ്യാറെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഞാൻ വേറെ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. എൻ്റെ ചടങ്ങിലേക്ക് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച ദിവസം രാവിലെ 10 മണിക്ക് തുടങ്ങണമെന്നാണ്. നമ്മളൊരു ഇച്ചിരി വൈകിപ്പോയി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഏറ്റവും മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യിക്കേണ്ടത്. ഭരണാധികാരി ചെയ്യിക്കണമെന്നാണ്. ഏറ്റവും മുതിർന്ന അംഗം എന്ന് പറയുന്നത് പ്രായത്തിൽ മുതിർന്ന അംഗമാണ്. ജയിച്ച പ്രായത്തിൽ മുതിർന്ന അംഗമാണ്. അത് ശ്രീ KV സന്തോഷ് കുമാറാണ് മുതിർന്ന അംഗം. അംഗത്തെ സ്വാഗതം ചെയ്യുന്നതിലേക്ക് വേണ്ടി ഏറോയെ ക്ഷണിച്ചുകൊള്ളു. ആറോ പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മുടെ ഈ ചടങ്ങിന്റെ ആദ്യമായിട്ട് നമ്മുടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നിട്ടുള്ള നമ്മളെ 21 ജനപ്രതിനിധികളുടെ ഏറ്റവും പ്രായം കൂടിയ ആളെന്നുള്ള രീതിയിൽ നമ്മുടെ 12ാം വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സന്തോഷ് ബാബു അവരുടെ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി വളരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ലൈവ് മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട KV സന്തോഷ് ബാബു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു.
അടുത്തതായി ഇനി വരുന്ന എല്ലാ ജനപ്രതിനിധികളെയും സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത് നമ്മുടെ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന അംഗം എന്നുള്ള രീതിയിൽ നമ്മുടെ 12ാം വാർഡിന്റെ മെമ്പറായി സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീ സന്തോഷ് ബാബു അവരുകളാണ്. അദ്ദേഹം വേദിയിൽ നിന്നും പോകരുത്, ഇവിടെ തന്നെ ഇരിക്കണമെന്ന് അറിയിക്കുകയാണ്. അടുത്തതായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മൈലം ഗ്രാമപഞ്ചായത്തിന്റെ 1ാം വാർഡിൽ നിന്നും ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീമതി അനികുമാരി അവരെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളു. മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈ സമയം പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. ഇനി വരുന്നവര് പേര് തുടങ്ങി വേണം പറയാൻ. അപ്പൊ ഇതിന് പേര് പറഞ്ഞില്ല, പേര് പറഞ്ഞു. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി 2ാം വാർഡിൽ നിന്നും ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സാലമ്മ ടീച്ചർ അവരെ വളരെ ബഹുമാന പുരസ്സരം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സാലമ്മ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. ജയ് ജയ് യുഡിഎഫ്, ജയ് ജയ് യുഡിഎഫ്, ജയ് ജയ് യുഡിഎഫ്, ജയ് ജയ് യുഡിഎഫ്, ജയ് ജയ് സാലമ്മ ടീച്ചർ, ജയ് ജയ് സാലമ്മ ടീച്ചർ. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി മൈലം ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡിൽ നിന്നും ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ വിനോദ് ബാലൻ അവരെ വളരെ ബഹുമാനത്തോടു കൂടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വിനോദ് ബാലൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യാഥാർത്ഥ്യമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധി വിശ്വസ്തയോടെ എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും താമരക്കുടി ശ്രീ മഹാദേവന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു.
അടുത്തതായി എല്ലാവരെയും കോപ്പി ഏൽപ്പിച്ചാൽ അവർ ഒരു വട്ടം വായിച്ച് നോക്കുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ വയനാട് ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീമതി ദിവ്യ ചന്ദ്രശേഖർ അവர்களെ വളരെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം. മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ദിവ്യ ചന്ദ്രശേഖർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി മൈലം ഗ്രാമപഞ്ചായത്തിൽ നിന്നും 5-ാമത്തെ വാർഡിൽ നിന്നും വിജയിച്ച ശ്രീ ആർ മധു അവരുടെ ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചു. മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആർ മധു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ കൂറും വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും കൂടി എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. വികസന മുന്നേറ്റ ചരിത്രം എഴുതാൻ പ്രധാനമന്ത്രിയുടെ അഭിവാദ്യങ്ങൾ, എൽഡിഎഫിന്റെ അഭിവാദ്യങ്ങൾ, പോരാട്ടങ്ങൾ നയിച്ചവരെ ധീരതയോട് നയിച്ചോളൂ. എൽഡിഎഫ് പറയുന്നു കരുത്തോടെ നയിച്ചോളൂ. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, പ്രധാനമന്ത്രിയുടെ അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, എൽഡിഎഫിന്റെ അഭിവാദ്യങ്ങൾ. അടുത്തതായി മൈലം ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീമതി ഹരിജ എച്ച് അവരുടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചു. അഭിവാദ്യങ്ങൾ, 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 അഞ്ചേക്കായിരം അഭിവാദ്യങ്ങൾ. ജയ് യുഡിഎഫ്, ജയ് ജയ് യുഡിഎഫ്, ജയ് ജയ് കോൺഗ്രസ് പാർട്ടി, ജയ് ജയ് കോൺഗ്രസ് പാർട്ടി, ജയ് ജയ് ത്രിവർണ്ണ പതാക, ജയ് ജയ് ത്രിവർണ്ണ പതാക. മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഹരിജ എച്ച് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായും വിശ്വാസപൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയും വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി മൈലം ഗ്രാമപഞ്ചായത്തിന്റെ 7-ാം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീ ബിനു രാജൻ അവരുടെ ജനപ്രതിനിധിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചു.
മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ബിനു രാജൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ അധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി 8ാം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീ ബൈജു ജോൺ അവർകളെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ബൈജു ജോൺ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാർത്ഥമായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി 9ാം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീമതി ആര്യ വിഷ്ണു അവർകളെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ആര്യ വിഷ്ണു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി 10ാം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീമതി ഗിരിജ മുരളീധരൻ അവർകളെ വളരെ ആദരവോടും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗിരിജ മുരളീധരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും
ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി 11ാം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീ ജോഷി ജെ ഡാനിയൽ അവരുടെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ജോഷി ജെ ഡാനിയൽ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധമായും വിശ്വസ്തയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ദൃഢപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി 13ാം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീമതി അജിത അശോകൻ അവരുടെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അജിത അശോകൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി 14ാം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീമതി ഷൈനി അശോക് അവരുടെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷൈനി അശോക് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി 15ാം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീ എസ് ശ്രീകുമാർ അവരുടെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് ശ്രീകുമാർ എന്ന ഞാൻ
നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി 16-ാം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീമതി പ്രവീണ എസ് അവരെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രവീണ എസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതയോ വിദ്വേഷമോ കൂടാതെയോ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി 17-ാം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീമതി രഞ്ജിത പ്രസാദ് അവരെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട രഞ്ജിത പ്രസാദ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഭാരതാംബയുടെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി 18-ാം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീമതി ബ്ലസ്സി സജി അവരെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ബ്ലെസ്സി സജി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി 19-ാം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീ ജി ഉണ്ണികൃഷ്ണൻ നായർ അവരെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും.
മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ജി ഉണ്ണികൃഷ്ണൻ നായർ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി 20-ാം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീമതി രാജമ്മ അവർകളെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട രാജമ്മ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി 21-ാം വാർഡിൽ നിന്നും വിജയിച്ച ശ്രീമതി ഷീബ അജോയ് അവരുടെ വളരെ ബഹുമാനത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. മൈലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഷീബ അജോയ് എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. നമ്മുടെ മൈലം ഗ്രാമപഞ്ചായത്തിന്റെ 21 വാർഡുകളിലും വിജയിച്ച എല്ലാ ജനപ്രതിനിധികളും മെമ്പർമാരായിട്ട് ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിന് ശേഷം നമ്മുടെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട 21 പേരുടെയും കൂടി ചേർന്നുള്ള നമ്മുടെ ഇന്നിവിടെ എല്ലാവർക്കും സത്യപ്രതിജ്ഞ നൽകിയ നമ്മുടെ ഏറ്റവും മുതിർന്ന അംഗമായിട്ടുള്ള ശ്രീ സന്തോഷ് ബാബു അവരുടെ അധ്യക്ഷതയിൽ നമ്മുടെ ആദ്യത്തെ യോഗം നമ്മുടെ കമ്മിറ്റി ഹാളിൽ വെച്ച് ഇപ്പോൾ തന്നെ നമ്മളത് ആരംഭിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് എല്ലാ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളും പഞ്ചായത്ത് ഹാളിലേക്ക് കടന്നിരിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുകൂടാതെ ഒരു ഫോറം നമ്പർ 2 കൂടി എല്ലാവരും ഇന്ന് തന്നെ പൂരിപ്പിച്ച് തരണം. അവരുടെ ഏത് സഖ്യത്തിൽപ്പെട്ടതാണെന്നുള്ള വിശദ വിവരങ്ങളും ആ സഖ്യത്തിൽപ്പെട്ട മറ്റ് ജനപ്രതിനിധികളുടെയും പേരുകൾ ഉൾപ്പെടുന്ന ഫോറമാണ്. അപ്പോൾ ആ ഫോറം കൂടി നമുക്ക് ഇന്നത്തെ മീറ്റിങ്ങിൽ വെച്ച് ഒപ്പിട്ട് തരണം. അതിനുശേഷം നമ്മുടെ പ്രസിഡന്റിന്റെ അതുപോലെയുള്ള മറ്റ് വൈസ് പ്രസിഡന്റൊക്കെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആ യോഗത്തിൽ വിശദീകരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ എത്തിച്ചേർന്ന് നമ്മുടെ ഈ മൈലം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ജനങ്ങൾക്കും ഉള്ള നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിച്ചു. നമ്മുടെ ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു.
മൈലം ഗ്രാമപഞ്ചായത്തിലെ 21 ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഇപ്പോൾ മൈലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ സമാപിച്ചത്. തുടർന്ന് ആദ്യ കമ്മിറ്റി കൂടുവാനായിട്ട് ജനപ്രതിനിധികൾ മുകളിലേക്ക് പോയിരിക്കുകയാണ്, ഹാളിലേക്ക് പോയിരിക്കുകയാണ്. മൈലം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മുതിർന്ന ജനപ്രതിനിധിയായ ശ്രീ സന്തോഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ്, അധ്യക്ഷതയിലാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സമാപിച്ചത്. അതിനുശേഷം ആദ്യ കമ്മിറ്റിയും ശ്രീ സന്തോഷ് കുമാർ അവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ ആരംഭിക്കുന്നതാണ്. മൈലം ഗ്രാമപഞ്ചായത്തിലെ നൂറുകണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ 21 ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ അവസാനിച്ചത്. ശ്രീ സന്തോഷ് കുമാർജിയുടെ അധ്യക്ഷതയിൽ കൂടിയ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ആദ്യ കമ്മിറ്റിയും ഇന്ന് തന്നെ കൂടുന്നു എന്നുള്ള നിർദ്ദേശം മെമ്പർ പുതിയ അംഗങ്ങൾക്ക് നൽകി കഴിഞ്ഞു. പഞ്ചായത്ത് ഹാളിൽ കൂടുന്ന ഈ ആദ്യ കമ്മിറ്റിയും ഇന്ന് തന്നെയാണ്.